വളരെ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞ സംവിധായകൻ ദീപൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, ഏറ്റവും ഒടുവിലത്തെ ചിത്രം സത്യ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യയുടെ വിശേഷങ്ങളുമായി കുടുംബസദസ്സുകൾക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ ജയറാം, അതോടൊപ്പം യുവ അഭിനേത്രി പാർവതി നമ്പ്യാർ എന്നിവരാണ് ഇന്ന് നമ്മുടെ കൂടെ. ജയറാമേട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാവരെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു ദീപന്റെ മരണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് തന്നെയാണ്. കാരണം ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ഒരുപാട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദീപൻ. ഇതിൻ്റെ ഓരോ ഫ്രെയിമും ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ കാണുമ്പോഴും ദീപൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. എപ്പോഴും ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണം, റിലീസ് ടൈമിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണം, ഇങ്ങനെയായിരിക്കണം ഇതിൻ്റെ പോസ്റ്റർ, അങ്ങനെ ഓരോന്നും സ്വപ്നം കണ്ടിരുന്നു ദീപൻ. അപ്പം അത് നടക്കാതെ പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ദീപൻ്റെ ഒരു പ്രാർത്ഥന മുകളിൽ നിന്നും അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ ഇത്ര നന്നായിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്കം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ചിത്രത്തിന്റെ ഒരു അവസാനം വരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡബ്ബിംഗ് ഒക്കെ തീർന്ന് റീ റെക്കോർഡിങ് പകുതി ആവുന്നത് വരെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു ആരോഗ്യപരമായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഫിസിക്കലി ഒരു വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് അവസാനം വന്നപ്പോൾ ഏറ്റവും നല്ലൊരു വലിയ ഡയറക്ടറാണ് നഷ്ടപ്പെട്ടു പോയത്. പുതിയ മുഖം പോലെയുള്ള ചിത്രങ്ങൾ, മുഖം പോലെയുള്ള അല്ലെങ്കിൽ അത്തരം ഇതിൽ പെടുന്നത്. ഇപ്പം ഈ സത്യ എന്ന് പറഞ്ഞ സിനിമ ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചതാണ് എനിക്ക് ഓഡിയൻസിനോട്, ഇനിയും കാണാത്ത ഓഡിയൻസിനോട് പറയാനുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഇത് വെച്ചിട്ട് പോകരുത് തിയേറ്ററിലേക്ക് പോയിട്ട് ജയറാമിൻ്റെ അച്ഛനെവിടെ, അമ്മയെവിടെ, പെങ്ങന്മാരില്ലേ കല്യാണം കഴിക്കാനുള്ളത്, അതില്ലേ, കല്യാണം കഴിച്ച ഭാര്യയില്ലേ, ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. അത്തരം ഒരു മൈൻഡ് സെറ്റിംഗ് വെച്ചിട്ട് ഈ സിനിമ കാണാൻ പോകരുത്. ഇത് വെറും ഒരു 2 മണിക്കൂർ പോലും തികച്ചെടുക്കാത്ത ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് മൂവിയാണ്. റോഡ് മൂവി എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഒരു ആക്ഷൻ പാക്ഡ് ആണ്. ആക്ഷൻ പാക്ഡ് എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ വിഷും ഇടിയല്ല, എന്നാൽ എല്ലാ സീനിലും എന്തെങ്കിലും സംഭവിക്കുന്നത് തോന്നിപ്പോകുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ആ സിനിമ കണ്ടിട്ട് നമ്മൾ വേറെ സിനിമകളായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. സിനിമ കഴിഞ്ഞ ശേഷം മേലെപ്പറമ്പിൽ ആൺവീടിന്റെ അത്രയ്ക്ക് എത്തിയില്ല അങ്ങനെ പറയരുത്. ഇത് അത്തരം ഒരു കാറ്റഗറിയിലുള്ള സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്കൊന്നും ഇതേ കാര്യം തന്നെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാര്യം ജയറാമേട്ടൻ്റെ ഒരു 10 വർഷം മുമ്പത്തേക്ക് ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ഒരു കുടുംബ സദസ്സുകൾക്ക് പ്രിയപ്പെട്ട ഒരു നമ്മുടെ വീട്ടിലെ ഒരാൾ എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുനടന്നിരുന്ന ആ സമയത്ത് ഞാനിങ്ങനെ മീശ വിരിച്ച് മറ്റേ പഞ്ച് ഡയലോഗ് പറഞ്ഞതിന് എന്നാ അത് ആൾക്കാർക്ക് അതായിരിക്കില്ല ഇഷ്ടം എന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ കുറച്ചു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കില് മീശയൊക്കെ പിരിച്ച് തോക്കൊക്കെ പിടിച്ച് വരികയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇത് സത്യമായിട്ട് സംഭവിച്ചു പോയതാണ്. ഞാനായിട്ട് ഇത് ഒരിക്കലും നാളെ തൊട്ട് ഞാൻ റെഡി ആയി തരാന്ന് പറഞ്ഞു സോൾട്ട് ആൻഡ് പേപ്പർ ആക്കി അങ്ങനെയൊന്നുമില്ല. ഇത് കുറേ ദിവസം സിനിമയൊന്നും ഇല്ലായിരുന്നു, പടമൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന സമയത്ത് തിരുപ്പതി പോയിട്ട് മുട്ടയടിക്കാന്ന് ഞാൻ എൻ്റെ മോനും കൂടി തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. മുട്ടയടിച്ച് കുറേ ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെള്ളം മൂടി സോൾട്ട് ആൻഡ് പേപ്പർ വന്നപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഇത് കറക്റ്റ് 50-50 ഇതിലിരിക്കുന്നുണ്ട്, ഇത് കളയിലിട്ട് നന്നായിരിക്കുന്നു, ഇത് ഏതെങ്കിലും സിനിമയിൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദീപൻ കണ്ടപ്പോൾ പറഞ്ഞു ഇത് മാറ്റില്ല. അപ്പോൾ ആദ്യം എൻ്റെ ബ്ലാക്ക് ഹെയർ വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് അത് വേണ്ട എന്ന് വെച്ചിട്ട് മാറ്റിയിട്ട് റീഷൂട്ട് ചെയ്തു. അതെല്ലാം റീഷൂട്ട് ചെയ്തു. ഇത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അച്ചായൻസ് എന്നുള്ള സിനിമയിൽ കണ്ണൻ പറഞ്ഞു അയ്യോ മാറ്റല്ലേ, ഇത് തന്നെ മതി, ഇത് വേറെ സ്റ്റൈലിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാദൃച്ഛമായിട്ട് വന്നു പോയതാണ്. കണ്ണന് ചിലപ്പോ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാനിപ്പോ നായകനൊക്കെ ആയിട്ട് തുടങ്ങി, ഇനി അപ്പൊ കുറച്ച് സോൾട്ട് ആൻഡ് പേപ്പർ ഒക്കെ ആയിട്ടിരിക്കട്ടെ. പക്ഷെ ഈ സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ടിട്ട് എന്നെ ഷാജി കൈലാസ് വിളിച്ചത്. ഇതൊക്കെ ഷാജിയുടെ ടൈപ്പ് ഓഫ് സിനിമയാണ്, ഷാജി കൈലാസിന്റെ അതിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ ഷാജി ഫസ്റ്റ് ഡേ വിളിച്ചിട്ട് നിങ്ങളുടെ മേക്ക് ഓവറാണ് ഏറ്റവും തകർത്തിരിക്കുന്ന ലുക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരു ഡയറക്ടർ പറയുമ്പോൾ അത് സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർവതിയുടെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഇത്. നമ്മൾ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടു തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നത്. എങ്ങനെ ഫുൾ ആക്ഷൻ ആണോ? അത് ആക്ഷൻ അല്ല, പക്ഷെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ ചെയ്തത് ലീല എന്നുള്ളത് ഭയങ്കര പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതൊന്നും ഭയങ്കരമായിട്ട് സ്ട്രേറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ പാർവതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഫുൾ വൈറ്റ് ഹെയറിൽ നിന്നപ്പോൾ ഒരു കിളവന്റെ കൂടെ അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയണ അല്ല, ഞാൻ ജയറാമേട്ടൻ അല്ലല്ല, എനിക്ക് ജയറാമേട്ടൻ ഞങ്ങൾ മുമ്പേ അറിയാം. കാരണം ഞങ്ങള് ഒരുമിച്ച് അതെ, ഞങ്ങള് ബാഡ്മിന്റൺ ലീഗില് ഞങ്ങള് പാർട്ട്നേഴ്സാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി ജയറാമേട്ടന്റെ ലുക്ക് എങ്ങനെയാന്ന് അറിയാം. അപ്പൊ സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും അല്ലല്ല, ജയറാമേട്ടന്റെ ലുക്ക് കിടിലനാണ് എന്ന് ആ ഫസ്റ്റ് CBL കണ്ടപ്പോ തന്നെ ഇങ്ങനെ എനിക്ക് ഒന്നാമത് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ലുക്ക് തന്നെ പെർഫെക്റ്റ് ആണ്, കിടിലനാണ്. ആ ക്യാരക്ടറിനും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യും. പിന്നെ ജെറയുടെ കളർ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പാർവതിയുടെ കഥാപാത്രമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതോ കണ്ടുമുട്ടുന്ന രണ്ടാൾക്കാരാണോ? നായകന്മാര് തന്നെയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോ ചോദിച്ചു പറഞ്ഞു കളവന്റെ കൂടെ പിന്നെ എന്താ വെച്ചാൽ ഈ മേക്ക് ഓവർ എന്ന് നമുക്ക് പറയാം, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാം. പക്ഷെ അത് പലരും പല രീതിയിലാണ് എടുക്കുക. ഏകദേശം ഞാനിത് ചെയ്തപ്പോൾ ഒരു 80% ആളുകൾ വളരെ നന്നായിരിക്കുന്നു എന്നാണ് ഇത് ചെയ്തത്. എന്നാലും ഒരു 5 to 10% ആൾക്കാർ ദൈവമേ മോനെ ഇത്ര കിളവ് വയസ്സായി പോയോ അയ്യോ എന്നൊരു അമ്മമാരൊക്കെ പറയും. മുടി തെരച്ചാൽ വയസ്സായി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതെ. അപ്പൊ ഞാൻ അവരോട് തന്നെ ചോദിക്കും, എന്തിനമ്മ ഇങ്ങനെ ഈ കറുകറയെന്ന് ഇതും കറുപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത്, ഇതല്ലേ നല്ലത്? അപ്പൊ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെണ്ട കൊട്ടാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ അവിടെ പോയിട്ട് അവരുടെ മുമ്പിലും നമ്മൾ അഭിനയിക്കുന്ന പോലെ തോന്നും, എല്ലാം മൊത്തം കറുപ്പിച്ചിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നന്നായിട്ടില്ലേ ചോദിക്കും. അപ്പൊ ചിലർ കുറച്ച് ആലോചന എന്നാ കൊള്ളാം എന്ന് പറയും. ആ ഒരു സ്വാഭാവികത അത് എൻജോയ് റോമ. പിന്നെ ഞാൻ ഈ മേക്ക് ഓവർ ചെയ്തിട്ട് ഇതില് ഒരു മുണ്ട് കൊടുത്തിട്ട് തോളത്ത് ഇത് ഇട്ടിട്ട് ഒരു അങ്ങനെ പോരുന്നത് കളവനായിട്ട് തോന്നുള്ളൂ. പടച്ചോറും കൊണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്ന ആളായിട്ട് മിക്കവാറും എനിക്ക് കിട്ടുന്നത് തന്നെയാണ്. അതായിരുന്നെങ്കിൽ കുഴപ്പമായിരുന്നേ. ഇത് മോഡേൺ ഡ്രസ്സിങ്ങും ബാക്കി ആറ്റിറ്റ്യൂഡും എല്ലാം വേറെ ആയിട്ട് ഈ സോൾട്ട് ആൻഡ് പെപ്പർ അജിത്ത് ഒക്കെ ഇപ്പൊ ഒരു മേക്ക് ഓവർ അല്ലേ ഇത് ചെയ്തിട്ട് അമ്പലത്തിന്റെ അവിടെ പോയിട്ട് പടച്ചോറായോ ഇടയ്ക്കും തോളത്ത് മിക്കവാറും അതിനെ എന്നെ വിളിക്കുക. അതായിരുന്നു കുഴപ്പമില്ല. ജയറാമേട്ടൻ ഇതുപോലെ ആക്ഷൻ സീനുകൾ ചെയ്യുന്നു, സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വരുന്നു. അതുപോലെ തന്നെ കംഫർട്ട് സോൺ വിട്ട് വ്യത്യസ്തമായ ഒരു വേഷത്തിലെത്തി നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് റോമ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു 20 ഐറ്റം ഡാൻസ് ഉണ്ട്. ജയറാമേട്ടനും ഐറ്റം ഡാൻസിലേക്ക് വരുന്നു. അത് റോമയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജയറാമേട്ടൻ തന്നെയാണ് ഇത്. അല്ല, ആ സിനിമ അർഹിക്കുന്നതാണ് കേട്ടോ. അത് അങ്ങനത്തെ ഒരു കമേഴ്സ്യൽ സിനിമ എടുക്കുമ്പോൾ ഒരു കേരളം വിട്ടുള്ള ഒരു എവിടെയോ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ക്ലബ്ബൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു ഐറ്റം ഡാൻസ് ഒക്കെ വേണം. അതാണ് ഒരു കമേഴ്സ്യൽ സിനിമ. മോഹിനിയാട്ടം ഇടാൻ പറ്റില്ല ഒരിക്കലും അവിടെ ഭരതനാട്യം മോഹിനിയാട്ടം കാണിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. പാർവതിയിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മൾ ആ ആക്ഷനെ കുറിച്ച് പറഞ്ഞ് പിന്നെ വിഷയം മാറിപ്പോയതാണ്. അപ്പൊ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നോ? ഒരു തയ്യാറെടുപ്പില്ല. ഇതിനകത്ത് ആക്ഷൻ ഇല്ല, പക്ഷെ ഒരു ചെറിയൊരു സ്റ്റണ്ട് ഇതിനകത്ത് ഉണ്ട്. ഇല്ലാന്ന് പറയാൻ അങ്ങനെ ഒരു ഞാൻ പറയുന്ന ഒരു ഭയങ്കര ആക്ഷൻ ഹീറോയിൻ അങ്ങനെയല്ല, എന്നാൽ ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്തിട്ടുള്ള ആക്ഷൻ ഞാൻ ചെയ്ത സിനിമയില്. പിന്നെ എനിക്ക് ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ കൂടെയുള്ള ആൾക്കാരും ചെയ്യാൻ പറ്റും. കനൽ കണ്ണൻ മാസ്റ്ററുടെ കൂടെ ഞാൻ കുറേ സിനിമ, എനിക്ക് തോന്നുന്നു കനൽ കണ്ണന്റെ ആദ്യത്തെ 2ാമത്തെ സിനിമ തൊട്ട് തമിഴിൽ എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ആക്ഷൻ വളരെ നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് സീക്വൻസ് വേണമെങ്കിൽ അത് സിനിമയായിട്ടൊന്ന് ബ്ലെൻഡ് ആയിരിക്കണം. മറ്റേത് ഒരു ബന്ധമില്ലാത്ത അമ്പലവും ഒറ്റപ്പാലവും എടുത്തിട്ട് അവസാനം എന്തായാലും ഫൈറ്റ് ഇരുന്നോട്ടെ അതെന്തിനാ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു 4 പേര് അമ്പലപ്പുറമില്ല, അതൊന്നും നന്നാവില്ല. ഇത് അതിൻ്റെ സിറ്റുവേഷൻ കറക്റ്റ് ആയിരുന്നു, സ്ഥലം കറക്റ്റ് ആയിരുന്നു, അതിൻ്റെ കഥയുമായിട്ട് കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഓഡിയൻസിന് തോന്നും അടിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അതും നന്നായി വന്നു. എല്ലാം കൂടി നന്നായി വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് എനിക്ക് ചെയ്യാൻ സാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് കോൺഫിഡൻ്റ് ഉള്ളതേ ഞാൻ ചെയ്യുള്ളൂ. ഇതിനു മുമ്പ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ഫൈറ്റ് മാസ്റ്റർ, അദ്ദേഹം മലയാളത്തിലെ ത്യാഗരാജ മാസ്റ്റർ കൂടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ വരികയായിരുന്നു. ഞാൻ പേര് പറയില്ല. അസിസ്റ്റൻ്റായിട്ട് കൂടെ വരും, നമ്മുടെ ഹെൽപ്പറായിട്ടൊക്കെ കൂടെ നടന്നിട്ടുള്ളതാണ്. പിന്നീട് അദ്ദേഹം അസിസ്റ്റൻ്റായി, അദ്ദേഹം മാസ്റ്ററായി. ഞാൻ മുടിയൊക്കെ നനച്ചിട്ട് അദ്ദേഹം ഒരു മേക്ക് ഓവറൊക്കെ നടത്തി വേറെ പേരിലും ഇതൊക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഒരു തമിഴ് സിനിമ. അപ്പോൾ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നു. ആ ബസ്സിൽ നിന്ന് കാല് തെറ്റി ഒരു ഇതിൽ സ്ട്രഗിളിൽ ഞാൻ നേരെ റോഡിലേക്ക് തലയടിച്ച് വീണ് മരിക്കണം. അങ്ങനെയാണ് ഞാൻ മരിക്കുന്നത്. അപ്പോൾ കാലത്തെ മുതൽ ഇവർ മറ്റേ റോപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സർ ഒന്നില്ല, ഒരു ചെറിയ റോപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട്,
ബസ്, ഞാൻ പറഞ്ഞു ബസ് 60, ഓക്കെ 60 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ പോണതിൽ ക്യാമറ റോഡിൽ വേറെ ഇതിലുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് വിടും. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇവനല്ലേ, ഓക്കെ റെഡി. വിട്ട് കഴിയുമ്പോൾ കറക്റ്റ് റോഡുമായിട്ട് ഇത്ര ഗ്യാപ്പുള്ളപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ പിടിച്ചോളും. അവിടെ വെച്ച് നമ്മൾ കെട്ടി എങ്ങനെയുണ്ട്, ഞാൻ തകർത്തു. ഞാൻ ചെയ്യണല്ലേ, ഓളെ അവിടെ നിന്ന് അല്ല അത് അല്ല, നീ മറ്റേ കയറും മറ്റേ ഇതുമായിട്ട് കമ്പിയായിട്ട് നടക്കുന്ന കാലത്ത് നിന്നെ അറിയുന്നത് വേണമെങ്കിൽ ചെയ്യടാ. എന്നെ പോയി നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലേ, വേണമെങ്കിൽ പറഞ്ഞു തന്നെ. ഇങ്ങനെയുള്ള അപകടഘട്ടങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നല്ല ഉഗ്രൻ ഫൈറ്റ്സ് ഉണ്ട്. 10-50 ലിറ്റർ പെട്രോള് ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നില്ലേ, ഞാൻ ആ സുരേഷ് ഗോപിയൊക്കെ സമ്മതിച്ചു. ആ പാവം കിടന്ന് എത്ര ഇത് ചെയ്തിട്ട് ഞാൻ ഇതുവരെ സാധനം ചെയ്തിട്ടില്ലേ. ഞാൻ ചോദിക്കും മാസ്റ്ററോട് എന്താ അതിനകത്ത് വെച്ചേക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഒരു 25 ലിറ്ററിന്റെ 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 75 ലിറ്റർ പെട്രോൾ അതിനകത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞാൻ അതിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഈ സാധനം ബ്ലാസ്റ്റ് ചെയ്യേ. നല്ല രസമല്ലേ. AK സാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ത്രില്ലറുകളാണ്. ദീപൻ എന്ന് പറയുമ്പം ആക്ഷൻ വരുന്നു. ജയറാം എന്ന് പറയുമ്പോൾ കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട നായകൻ. നിങ്ങൾ 3 പേരും കൂടെ ഒന്നിക്കുന്ന ഒരു ചിത്രം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും ഈ സിനിമ? നമ്മളൊരു വേറെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ നായകൻ്റെ അച്ഛൻ, അമ്പലം, അമ്മ, കല്യാണം കഴിക്കാൻ അങ്ങനെ ആലോചിക്കില്ലല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടാൽ അപ്പൊ കാണുന്നത് പോലെ ചിലപ്പം എല്ലാവരും ഡ്യൂപ്പായിരിക്കുന്നു. ഡ്യൂപ്പല്ല ഇതിനകത്ത്, അങ്ങനെ അങ്ങനെയാ. കാരണം അത്രയും നല്ലൊരു സംഭവമാണ്. റോഡ് മൂവി നമുക്ക് പറയാൻ ഈസിയാണ്, അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ ഏതെങ്കിലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് എവിടെ പോയിട്ട് വയ്ക്കാൻ പറ്റും? എവിടെയെങ്കിലും പറ്റുമോ? എല്ലായിടത്തും തിരക്കുള്ള റോഡുകളാണ്. കേരളത്തിൽ നടക്കുകയില്ല ഒരു റോഡ് മൂവി ഷൂട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഹൈവേസിൽ പോകണം. ഹൈവേസിൽ ഇവിടെ നിന്ന് നമുക്ക് കോയമ്പത്തൂർ ഹൈവേയിലേക്ക് എവിടെയെങ്കിലും എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നിന്ന് തിരിച്ച് പൊള്ളാച്ചി, ആനമല റൂട്ടിൽ പോയിട്ട് നേരെ പഴനി, ആ ഹൈവേക്കാണ് ഞങ്ങൾ അധികം എടുത്തിട്ടുള്ളത്. അവിടെ ആണെങ്കിൽ തന്നെ ഒരു മാക്സിമം 10 മിനിറ്റ് റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വണ്ടികൾ ബ്ലോക്ക് ആവും. അതൊക്കെ കംപ്ലൈൻറ്റ്സ്, അതും വളരെ സ്പീഡിൽ വണ്ടി പോകുന്ന സ്ഥലം. പിന്നെ അപ്പം അങ്ങനെ പല സ്ഥലങ്ങളും രാത്രിയും പകലും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും കൂടാതെ അജു വർഗീസ് ഉണ്ട്, 2 സംവിധായകർ അഭിനയിക്കുന്നുണ്ട്, മേജർ രവി, സോഹൻലാൽ, അതുപോലെ ഭക്ഷണം ഷാജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പാർവതി സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ഈ ഒരു മറ്റൊരു പാർവതിയായിട്ട് അഭിനയിക്കുന്നു? അപ്പൊ അങ്ങനെ ആ പേര് ഇടയ്ക്ക് വിളിക്കുമ്പോ എന്തെങ്കിലും ഒരു വേറൊരു പാർവതിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. എന്തോ ഇനിയൊരു പാർവതിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. 30 വർഷം മുമ്പാണ് ഞാനും ആ പാർവതിയും കൂടി അഭിനയിച്ചിട്ടുള്ളത്. 1987 അവസാന കാലഘട്ടത്തിൽ. ഇത് 2017 വരുമ്പോൾ 30 വർഷം ആകുമ്പോൾ വേറൊരു പാർവതിയുടെ കൂടെ അഭിനയിക്കും. അതിന് ഭാഗ്യം ചെയ്യണ്ടേ? 30 വർഷം. അതെ, 30 വർഷം കഴിഞ്ഞിട്ട് നായിക ഉണ്ടാവുന്നില്ലേ? അല്ല, എന്റെ അമ്മയുടെ ഹീറോ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്, എന്റെ ഹീറോ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. അല്ല, എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ആരെയൊക്കെ കണ്ടു വളർന്നോ നമ്മൾ അവരുടെ സിനിമകൾ തന്നെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിപ്പം മോഹൻലാൽ, മമ്മൂട്ടി. ഈ ഇന്റർവ്യൂ ആയതുകൊണ്ട് പോളിഷ് ആയിട്ട് പറയുന്നു. നമ്മൾ ഇത്രയും വർഷമായിട്ട് പുറത്തിറങ്ങിയ പറയുന്നത് ഈ ഇളവന്മാർ തന്നെയല്ലേ കുറെ കാലമായിട്ട്. അതാണ് പറയുന്നത്. അതൊരു സത്യം. അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര വർഷം നമ്മൾ കണ്ടുകൊള്ളുന്ന ആളുകൾ തന്നെയല്ലേ അവരിപ്പോഴും 40 വർഷമായിട്ട്. പിന്നെ അത് ഓർമ്മ വെച്ച് കാലം തൊട്ട് കാണാൻ തുടങ്ങി പോകൂല്ല. അയ്യോ, ഞാൻ ജയറാമേട്ടന്റെ തന്നെ വാക്കുകളെ കടമെടുക്കുകയാണ്. പത്മരാജൻ സാറിന്റെ ആദ്യം കണ്ട ഒരു അനുഭവത്തിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സോഡ കുപ്പി പോലെ ഇരിക്കുന്ന മുഖം കവളക്കൂട്ടി, കവള് വളരാൻ വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലുക്ക് ഇപ്പൊ ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ആ ഒരു മാറ്റത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സാറില്ലെന്ന് എനിക്കിതൊക്കെ കൺവേ ചെയ്യാനായിട്ട്. ശരിക്കും എൻ്റെ ഒരു വളർത്തച്ഛൻ പോലെയാണ് സാറെന്ന് പറയുന്നത്. ഞാൻ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരുന്നു. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ കൂടുതലായിരുന്നു, ഒരു അച്ഛൻ മകൻ റിലേഷൻ പോലെയായിരുന്നു. ഇപ്പം അതിനുശേഷം ഞാനിത് ഷെയർ ചെയ്യുന്നത് ചേച്ചി വേണ്ട അമ്മയായിട്ടാണ് സാറിൻ്റെ. അപ്പോൾ ഈ സെറ്റപ്പൊക്കെ വെച്ചപ്പോഴും ഈ ഇത് ചെയ്തപ്പോഴും ഞാൻ ഫസ്റ്റ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് എങ്ങനെയുണ്ട്, അയ്യോ മോനെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ സാറിൻ്റെ ഒരു വേർപാട് ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. കാരണം ഇപ്പോഴും ആ ഫാമിലിയായിട്ട് അത്ര അടുപ്പമുള്ളതുകൊണ്ട്. സംഗീതം ഗോപി സുന്ദർ. ഇപ്പം ഗോപി സുന്ദർ അല്ലാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ഒരു സോങ് മാത്രമായിരുന്നു റിലീസ് അത് കുറെ
കോൺട്രവേഴ്സിയൊക്കെ വന്ന് പോപ്പി അടിച്ചാണെന്നൊക്കെ ചോദിച്ചത്. ഗോവിന്ദ് മറുപടി നന്നായിരുന്നു എനിക്ക് തോന്നിയത്. പോപ്പി അടിച്ചുകൊണ്ടാണ് ഇത്രയും ലക്ഷങ്ങൾ ശ്രദ്ധിച്ചതെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ലതാണ്. എല്ലാം നന്നായിട്ട് യൂസ് ചെയ്താൽ എല്ലാം നല്ലതല്ലേ. 90% എല്ലാത്തിലും നല്ലതും 10% ചീത്ത ഉണ്ടാകും. അത് നമ്മൾ വിചാരിക്കുക ചെയ്യരുത്. എല്ലാം നല്ലതല്ല. ഞാനിതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഇതിലൊക്കെ ആക്റ്റീവ് ആണോ ഫേസ്ബുക്കിലും? അങ്ങനെ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ അല്ല കേട്ടോ. കാരണം രാവിലെ തൊട്ട് എൻ്റെ ജോലികൾക്ക് സമയം തികയാത്ത ഒരാളാണ് ഞാൻ. പകലുള്ള 24 മണിക്കൂർ എനിക്ക് തികയില്ല എന്ന് തോന്നും. കാരണം രാവിലെ ഞാൻ പലപ്പോഴും 5 മണി തൊട്ട് ചെണ്ട ഞാൻ വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ദിവസവും ഞാൻ പല സ്ഥലത്തും ഒരു മേളക്കാരനായിട്ട് പോകുന്നല്ലേ. ഇനിയിപ്പോൾ ഈ 29-ാം തീയതി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ 6:08 അദ്ദേഹത്തെ എഴുന്നള്ളിച്ചാൽ ഞാനില്ലേ മുമ്പിൽ 3 മണിക്കൂർ. അപ്പോൾ ഇത് ഞാൻ വിടാതെ, കാരണം ഇത് സാധകം എപ്പോഴും വേണം. 5 മണി തൊട്ട് അതിൻ്റെ സാധകം ചെയ്യും. സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ബാഡ്മിൻ്റൺ കാലത്ത് അതിന് പോയി കാലത്ത് തിരിച്ച് വന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് പോയി വന്ന് രാത്രി തിരിച്ച് വന്ന് എല്ലാത്തിനും കൂടി എനിക്ക് കറക്റ്റ് സമയമാണ്. അതിനിടയ്ക്ക് ഞാൻ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാനുള്ള സമയം എനിക്ക് ഇതിനകത്തില്ല. കാളിദാസൻ കണ്ണൻ അത്യാവശ്യം ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സിനിമ ഇപ്പം മീൻകുഴമ്പം അൻപാനയും റിലീസായി, നല്ല പ്രതികരണമായിരുന്നു. അതിനുശേഷം അതിന്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു പാട്ടിറങ്ങി. എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ ഒപ്പം പാടി. കേരളം മാത്രമല്ല, മറ്റ് മലയാളികളല്ലാത്തവർ പോലും അത് പാടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു കാളിദാസന് നല്ല ഒരു പ്രതികരണം കിട്ടുന്നത് ഇന്ന് തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. ചെറുപ്പകാലം തൊട്ടേ അത് കിട്ടി വരികയാണ്. പക്ഷെ ഒരു വലിയ ആളായി, ഒരു നായകനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു പാട്ടിന് തന്നെ ഇത്രയും ഒരു പ്രതികരണം കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഒരു അച്ഛൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവൻ്റെ തന്നെ ഒരു സെലക്ഷൻ ആയിരുന്നു ഈ സിനിമ, പൂമരം എന്നുള്ള സിനിമ ചെയ്യാന്നുള്ളത്. എവരിഡേ എനിക്ക് ആസ് എ ഫോട്ടോഗ്രാഫർ ഒരുപാട് വർഷമായിട്ട് അറിയാം. വളരെ യാദൃച്ഛികമായിട്ടാണ് ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമ കണ്ടിട്ട് കണ്ണൻ പറഞ്ഞു എനിക്ക് എവരിഡിൻ്റെ നമ്പർ ഒന്ന് വേണമെന്ന് വിളിച്ച് പറയാനായിട്ട്. അത്ര നന്നായിരിക്കും. അപ്പോൾ അങ്കിൾ അസലായിരിക്കുന്നു, ഫിലിം നന്നായിരിക്കുന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങേ തലയ്ക്കുന്നു. എൻ്റെ അടുത്ത സിനിമയിൽ വരുന്നോ എന്ന് ചോദിച്ചു. കാരണം ചുമ്മാ പറയുന്നതാണ്, അല്ല ശരിക്കും ഞാൻ ചോദിക്കുന്നു. എനിക്ക് അടുത്ത സിനിമയിൽ വേണ്ടതൊരു കോളേജ് സബ്ജക്റ്റാണ്. കാളിദാസിനെ പോലെ ആ ഏജ് 10-22 വയസ്സ് ഏജുള്ളൊരു പയ്യനാണ് വേണ്ടത്. അപ്പം തന്നെ സംബന്ധിച്ച് അവൻ തന്നെ ഇത് ചെയ്ത് ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം, നീ തന്നെ കഥ കേട്ട് എല്ലാം നിൻ്റെ ഇഷ്ടം. അവനും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം അവനാകെ 22 വയസ്സല്ലായിട്ടുള്ളൂ. 22 വയസ്സിൽ അവൻ ഭയങ്കര ആക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഇതോ ഒന്നും ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. എന്നാൽ അങ്ങോട്ടേക്ക് ഒരു ഫാമിലി സബ്ജക്റ്റ്, ഭാര്യയും കല്യാണം കഴിക്കുക, അതിനുള്ള പ്രായമായിട്ടില്ല. ഇപ്പം അവൻ്റെ ആ ഒരു ഏജിന് പറ്റുന്നതാണ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യൻ എന്ന് പറയുന്നത്. പാർവതി അങ്ങനെ ഒരു ദിവസം കാളിദാസന്റെ കൂടെ അങ്ങനെ നായികയായിട്ട് പോവാൻ അതെന്തായിരുന്നു? മനസ്സിലായില്ല തോന്നുന്നു ആദ്യം കുറെ നേരത്തേക്ക്. എനിക്ക് ആ ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യാൻ തന്നെ പറ്റിയില്ല. ജനമോട് ഒരേ സമയം തന്നെ ആക്ടിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും, രാവിലെ എണീറ്റ് ചെണ്ട പ്രാക്ടീസ് ചെയ്യുന്നു, 2.5-3 മണിക്കൂർ ചെണ്ട നിന്ന് പെർഫോം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സ്റ്റേജ് ഷോകളും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത്? എല്ലാം എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇത് എന്നാൽ നാളെ ഞാനൊന്ന് ഇത് ശരിയാക്കിയേക്കാം ഒന്നുമില്ല. ഇതൊക്കെ കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടങ്ങളാണ്. ആനയോട് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഈ ആനയെ കുഴികുത്തി പിടിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്. കുട്ടിക്കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് ആനയോട് എപ്പോഴും. ചെണ്ടയോടും ഇതേപോലെ ഒരു അമ്പലവാസിയായിട്ട് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ക്ഷേത്രം മുറ്റത്താണ്. അപ്പോൾ അന്നൊന്നും ഇന്നത്തെ പോലത്തെ ടി വിയോ കാര്യങ്ങളോ മറ്റോ ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഈ ചെണ്ടമേളവും ഇത് കൊട്ടാൻ വരുന്ന ആളുകളെയും കാണുന്നു. അപ്പോൾ അങ്ങനെ അതിനോട് ഇഷ്ടം തോന്നി. കുട്ടിക്കാലം തൊട്ട് അത് പഠിച്ചു. ഇപ്പോഴും അത് കൊണ്ടു കിടക്കുന്നു, ആ സ്നേഹം കൊണ്ടു കിടക്കുന്നു. ബാഡ്മിൻ്റൺ എന്താ കളിക്കുന്നത് ചോദിച്ചാൽ അതും കഴിഞ്ഞൊരു 10-35 വർഷക്കാലമായിട്ട് എവിടെ പോവുകയാണെങ്കിലും വേറെ ബാഗ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൻ്റെ സഞ്ചി കയ്യിലുണ്ടാവും. കാരണം എവിടെ പോയാലും ഒരു 100 ഫീറ്റ് ദൂരത്തിൽ എവിടെയെങ്കിലും ഒരു ഷട്ടിൽ കോർട്ട് കിട്ടും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു സിനിമയ്ക്കകത്തുള്ള സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ എനിക്ക് സുഹൃത്തുക്കളുള്ളത് ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടുകളിലാണ്. കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കൊന്ന് പാർവതിയും ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് പാലക്കാട് കളിക്കാൻ പോയപ്പോഴാണ്. അങ്ങനെയുമുണ്ട്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ക്ലബില് എന്റെ പാലക്കാട് ഞാൻ ക്ലബില് മാധവരാജ ക്ലബ്ബ് കളിക്കാൻ പോകുമ്പോൾ അവിടെയാണ് പറഞ്ഞത് ലാൽ ജോസിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കുട്ടിയാണത്. അപ്പൊ അഭിനയിക്കുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത്
ആണ് ഫസ്റ്റ് ജയറാമേട്ടനെ കാണുന്നത്. പാർവതിക്ക് ഇതുപോലെ തന്നെ ഒരു കലാകാരി ഒരു സൈഡ് ഉണ്ട്, ഇതുപോലെ ഒരു സ്പോർട്സ് അതിന്റെ ഒരു വശവും കൂടിയുണ്ട്. ഡാൻസർ ആണല്ലോ. വെരി ഗുഡ് ഡാൻസർ. അതെ അതെ. ജനമേട്ട വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ഷോസ് ചെയ്യാൻ നേരത്ത് ഇപ്പം ഇനിയും ഷോസ് വരാൻ പോകുന്നു, ഓസ്ട്രേലിയയിൽ ഷോയ്ക്ക് പോകുന്നു. അല്ല, ഈ സ്റ്റേജ് ഷോയും ഞാൻ അങ്ങനെ അതിൽ നിന്ന് വന്ന ആളല്ലേ, അപ്പൊ അതും ഇപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. അത് അഭിമാനത്തോടെ തന്നെ വന്ന ഒരു വഴിയെ കുറിച്ച് പറയാന്നുള്ളത്, അത് ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ എത്തുന്നതിന് ഒരു 1000 സ്റ്റേജെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും, കലാഭവന്റെ കൂടെ മാത്രം. അപ്പൊ ഇതെല്ലാം അന്ന് തൊട്ടുള്ള ഇഷ്ടങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇനി കൊണ്ടുപോകുന്നു. പിന്നെ തിരിച്ച് നമ്മൾ സത്യയിലേക്ക് വന്നാലും അത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം ഇത്തരം ഇഷ്ടങ്ങൾ കൊണ്ടുപോകുന്ന പോലെ തന്നെ മനസ്സിൽ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലകത്തുണ്ടായിരുന്നൊരു ഇഷ്ടമായിരുന്നു ഒരു നല്ലൊരു ആക്ഷൻ മൂവി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണ് ഞാനൊരു 90% ചെയ്തിട്ടുള്ളത്. അത്തരം സിനിമകളിൽ ആക്ഷൻ ഒരു വലിയ സ്കോപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ല അവസാന ഭാഗത്ത് എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയവനെ വല്ല അടിക്കുക, അല്ലെങ്കിൽ തന്നെ ശോഭന അവസാനം കൊണ്ടുപോകുന്നു. അതൊരു സീരിയസ് ഫൈറ്റ് ഒന്നുമല്ല, ഒരു ചെറുതായിട്ടുള്ള ഉണ്ടാവുള്ളൂ. അതിനകത്ത് മാക്സിമം ചെളിയിൽ വീഴുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞാനും ജഗതിച്ചേട്ടനും കൂടി ചെളിയിൽ പോയി വീഴും. ഇതൊക്കെ ഇങ്ങനത്തെ തമാശകളുള്ള അടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ദീപൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നി. വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു ഈ സിനിമ, എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ. സോ എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളതാണ്, ഈ സിനിമ തീർച്ചയായിട്ടും അത്തരമൊരു സിനിമ, കാറ്റഗറിയിലുള്ള സിനിമ എന്ന് പറഞ്ഞു പോയി കണ്ടാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും സത്യ. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി, ഇപ്പം തീരെ പ്രതീക്ഷിക്കാതെ ഒരു ആക്ഷൻ ഇതിൽ കണ്ടു, സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ കണ്ടു. അപ്പൊ ഇതിന് ശേഷം ഇനി ഒരു 6 പാക്ക് ഒക്കെ സോൾട്ട് ആൻഡ് പെപ്പർ പോയി ഇത്രയായിട്ടോ. അതെ അതെ, ഇപ്പോ സോൾട്ട് വളരെ കുറഞ്ഞു, പെപ്പർ ഭയങ്കര കൂടിയിരിക്കുന്നു. ഇനി കുറച്ച് അറിയുമ്പോൾ പെപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആകാശം മിഠായി എന്നൊരു സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമുദ്രക്കനി എന്ന് പറയുന്ന തമിഴിലെ ആക്ടർ ആൻഡ് ഡയറക്ടർ, അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ്. ഒരു കുടുംബത്തിലെ ഒരു മകനായാലും മകളായാലും ആ വളർച്ചയിൽ ഒരു അച്ഛൻ്റെ പങ്ക് എത്രമാത്രം എന്നുള്ളത് കാണിക്കുന്നൊരു സിനിമയാണ്. ഭയങ്കര ഹൈലി ഇമോഷണൽ, നല്ല ഫീലുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ആകാശമിഠായി ആണോ ഇപ്പൊ ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സിനിമ? അല്ല, അച്ചായൻസ്. അച്ചായൻസ്, അതെ. അത് എനിക്കൊന്നൊരു എന്റർടൈനർ ആയിരിക്കല്ലോ, പേരിൽ തന്നെ ഒരു കൊള്ളാം. പാർവതിയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എൻ്റെ ഇപ്പം ഇത് സത്യ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് കെയർഫുൾ ആണ്. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന കെയർഫുൾ. അപ്പം അതിനകത്ത് ഞാനൊരു പോലീസ് ഓഫീസറായിട്ടാണ്. അതിനകത്ത് ഞാൻ മാത്രമല്ല, വിജയ് ബാബു, വിജയേട്ടനുണ്ട്, ഞാൻ, അശോകൻ അങ്കിളുണ്ട്, പിന്നെ മുകുന്ദൻ അങ്കിളുണ്ട്, ശ്രീധരൻ, ഞങ്ങളൊക്കെ ഓഫീസേഴ്സാണ്, പോലീസ് ഓഫീസേഴ്സാണ്. ജോ തിരിച്ചു വരാണ്. അപ്പം അങ്ങനെ കെയർഫുൾ, അങ്ങനെ ഒരു വലിയ ആക്ഷന്റെ ട്രാക്കിലേക്ക് അങ്ങനെ ഇല്ല കേട്ടോ. അതിനകത്ത് അങ്ങനെയല്ല. സിനിമ ഇനി വരാനുള്ളത് കെയർഫുൾ ആണ്. തീർച്ചയായും ജനമേട്ട, ഇനിയും സിനിമ കാണാത്ത പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് വേറൊരു ഇതോടുകൂടി പോയി കാണരുത്. ഒരു ജയറാം സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്ഥിരമായിട്ടൊരു പ്രേക്ഷകർ പ്രതീക്ഷിച്ചു പോകുന്ന ഒരു അച്ഛനും അമ്മയും കുടുംബവും അല്ലെങ്കിൽ ഭാര്യയും, അത്തരമുള്ള സെന്റിമെന്റ്സുകളോ അത്തരം ഇതിൽ ഒരു കഥാപാത്രത്തിനും അങ്ങനെയുള്ള ഒരു റിലേഷനും ഇല്ല. ഒരു പർട്ടിക്കുലർ ഒരു കോസിന് വേണ്ടിയിട്ടുള്ള ഇയാളുടെ ഒരു ട്രാവലാണ്. ആ ട്രാവലിൽ നടക്കുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഇയാൾ സ്പോട്ടിൽ ഫൈനലിൽ എത്തുന്നതാണ്. സോ അങ്ങനെയുള്ള സിനിമകളിൽ ഒരു ആക്ഷനായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സംവിധായകൻ ദീപൻ, അദ്ദേഹം ആക്ഷൻ സിനിമകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ് ഞാൻ ചെയ്തത്. എനിക്കൊരു പക്ഷേ ഇത്രയും ഒരു ആക്ഷൻ സീക്വൻസൊക്കെ ഈ ഒരു ടൈപ്പിൽ ഞാനും ചെയ്തിട്ടില്ല. സോ അത്തരം ഒരു മൈൻഡ് സെറ്റോടുകൂടി പോയി കണ്ടാൽ സത്യ 100% നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു എൻ്റർടൈനർ തന്നെയായിരിക്കും. അതിനകത്തുള്ള എല്ലാ ചേരുവകളും അതിനകത്തുണ്ട്. തീർച്ചയായും അവധിക്കാലമാണ്. ജയറാമേട്ടൻ്റെ തന്നെ വളരെ വ്യത്യസ്തമായ, ഈ പറഞ്ഞ മാതിരി നമ്മളൊന്നും കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒരു വേഷത്തിൽ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ അവധിക്കാലം എന്തായാലും കുറച്ച് ആക്ഷനും കുറച്ച് സസ്പെൻസും എല്ലാം ആയിട്ട് നമുക്ക് ആഘോഷിക്കാം. ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾക്കും ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.